السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. Dear friends, നമ്മളൊക്കെ ലൈഫിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും നമ്മുടെ ക്രിയേറ്ററായ അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത് ഫീൽ ചെയ്യുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക. അള്ളാഹ് ഈസ് ടോക്കിംഗ് ടു മീ എന്നൊരു അനുഭവം നമുക്കുണ്ടാവും എന്നുള്ളത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ പല പ്രോഫിറ്റ്സിനെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ? ഇതിൽ ഓരോ പ്രോഫിറ്റ്സിൻ്റെയും സ്റ്റോറീസ് നമ്മൾ കേൾക്കുമ്പോൾ അവരൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിറാക്കിൾസ്, അമാനുഷികമായ കാര്യങ്ങൾ കാണിച്ച് നമുക്ക് കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം ആളുകൾക്ക് മുമ്പിൽ കാണിച്ച മിറാക്കിൾ എന്തായിരുന്നു? മൂസാ നബിയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി നിലത്തിട്ടാൽ അത് പാമ്പായി മാറും. നമ്മൾ കേട്ടില്ലേ? അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈ കക്ഷത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രകാശിക്കും. ഇങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള അമാനുഷികതകൾ അല്ലെങ്കിൽ മിറാക്കിൾസ് കൊടുത്ത് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? നമ്മുടെ പ്രിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ഏറ്റവും വലിയ മിറാക്കിൾ എന്താ നിങ്ങൾക്കറിയോ? അതിൻ്റെ പ്രത്യേകത എന്താണോ? എല്ലാ പ്രവാചകന്മാരും ഏതോ ഒരു കാലഘട്ടത്തിലേക്ക് അള്ളാഹു അയച്ച ആളുകളാണല്ലോ. പക്ഷെ നമ്മുടെ പ്രിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാലത്തേക്കുള്ള പ്രവാചകനാണ്, ലോകാവസാനം വരെയുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് അള്ളാഹു നബിക്ക് കൊടുത്ത മുഅ്ജിസത്ത്, അറബിയിൽ മുഅ്ജിസത്ത് എന്ന് അതിനെക്കുറിച്ച് പറയട്ടോ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഖുർആനാണ്. അത് ഖുർആനാണ് എന്ന് പറഞ്ഞാൽ അന്ന് ആ മിറാക്കിള് അനുഭവിച്ച ആളുകളെ പോലെ തന്നെ ഇന്ന് നമുക്ക് ശേഷം വരുന്ന ആളുകൾക്കൊക്കെ അനുഭവിക്കാൻ കഴിയും. പക്ഷെ കുറച്ച് എഫേർട്ട് നമ്മൾ ഇടണമെന്നേ ഉള്ളൂ. കുറച്ച് എഫേർട്ട് ഇട്ട് നമ്മൾ അതിലേക്ക് എത്തണമെന്നേ ഉള്ളൂ. അതിങ്ങനെ അങ്ങനെ പറയുന്നത് ഖുർആൻ ഇങ്ങനെ മിറാക്കിളാവാം. അറബികൾക്ക് ഇടയിൽ കുറേ കവികളുണ്ടായിരുന്നു. കവിതകൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കവികളെ അവർ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഖുർആൻ അവതരിച്ചപ്പോൾ അവിടുത്തെ വലിയ വലിയ കവികൾ പോലും അമ്പരന്ന് പോയി. അവർ പോലും തോറ്റുപോയി. ആണ് ഖുർആൻ്റെ അത്രമാത്രം ഒരു വശ്യ ശക്തി ഖുർആൻ ഉണ്ടായിരുന്നു. ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട എലമെൻറ്റ് നിങ്ങൾക്ക് എന്താണെന്നറിയോ? ഖുർആൻ്റെ ലാംഗ്വേജാണ്. ഖുർആൻ്റെ ലാംഗ്വേജും ഖുർആൻ്റെ ഒരു മിറാക്കിൾ തന്നെയാണ്. അതങ്ങനെ പറയാൻ കാരണം, ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് ഇംഗ്ലീഷ് അറിയുന്ന ആളുകളല്ലേ? ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഏറ്റവും വലിയ റൈറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും നല്ല എഴുത്തുകാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് വരുന്ന പേര് ഏതായിരിക്കും? വില്യം ഷേക്സ്പിയർ. ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ, വില്യം ഷേക്സ്പിയർ. നിങ്ങൾ സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജുകളിലും വില്യം ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളും വില്യം ഷേക്സ്പിയറിൻ്റെ പുസ്തകങ്ങളും പഠിച്ചിട്ടുണ്ടാവൂലേ? ജൂലിയസ് സീസർ, മാക്ബത്ത്, ഒഥല്ലോ, ഇങ്ങനെ എത്ര പുസ്തകങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. അതിൻ്റെ ഭാഷ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചു, നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇതെന്താ ഇംഗ്ലീഷാണോ? ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയ ഒരു ലാംഗ്വേജിൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ നല്ല ഇംഗ്ലീഷ് അറിയുന്ന ആളുകളാണെങ്കിലും ഷേക്സ്പിയറിൻ്റെ ഇംഗ്ലീഷ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അത് എത്രയോ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്കറിയോ ഷേക്സ്പിയർ മരിച്ചിട്ട് എത്ര വർഷമായി എന്നുള്ളത്? 1616 ഷേക്സ്പിയർ മരിക്കുന്നത്. 1616. ഏകദേശം 400 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആലോചിക്കണം കേട്ടോ, ഇത് എന്നാലും മനസ്സിലാവുക. 400 വർഷം കഴിഞ്ഞപ്പോൾ ആ ഭാഷ എന്തായി മാറാണ്? ഭയങ്കര ചേഞ്ച് സംഭവിക്കുകയാണ്. ഇന്നുള്ള ആളുകൾക്ക് അദ്ദേഹം എഴുതി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സാധാരണ ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് ഷേക്സ്പിയറിൻ്റെ കുഴപ്പമാണോ? അല്ല. ഇംഗ്ലീഷിൻ്റെ കുഴപ്പമാണോ? അല്ല. മറിച്ച് ആ ഭാഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഓരോ കാലത്തെയും അതിജീവിക്കാൻ കഴിയൂല. നോർമലി അങ്ങനെ സംഭവിക്കുകയാണ്. ഇത് ഇംഗ്ലീഷിൽ മാത്രമല്ല കേട്ടോ, മലയാളത്തിൽ പണ്ട് കാലത്ത് എഴുതപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. പല വേർഡുകളും നമ്മളിത് ഉപയോഗിക്കാത്ത വേർഡുകളാണ്. ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനുണ്ട്, മക്തി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളുടെ പേര് ഞാൻ പറയാം. കഠോര കൂടാരം,
പാർക്കലീത്ത പോർക്കളം, ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ പ്രത്യേകം എന്താ? ആ പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കടുവർ കൂടാരം, പ്രശ്നം എന്താ? പാർക്കലീത്ത, അങ്ങനെ വേർഡുണ്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് 1884 1884. ഒരു 150 വർഷം പോലും ആയിട്ടില്ല, 150 years പോലും ആയിട്ടില്ല. പക്ഷേ ഇന്ന് മലയാള ഭാഷയിൽ അത്രമാത്രം മാറ്റങ്ങളുണ്ട്. നമുക്ക് ആ വേർഡുകൾ മനസ്സിലാകുന്നില്ല. ഇതെല്ലാ ഭാഷയിലും പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഖുർആന്റെ ഭാഷ ഏതാണ്? ഭാഷ അറബി. ആ അൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷ അങ്ങനെയല്ല കേട്ടോ. അറബി ഭാഷക്ക് അത് ഖുർആന്റെ ഭാഷ ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലത്തെയും അതിജയിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു കരുത്ത് അള്ളാഹു നൽകിയിരിക്കുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് അറബി ഭാഷയിലാണല്ലോ. ഈ അറബി ഭാഷയുടെ പ്രത്യേകത എന്താ? അത് നമ്മുടെ പ്രിയ ഹബീബിൻ്റെ ഭാഷയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖുർആന്റെ ഭാഷയാണല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യാ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. നാം ഈ ഖുർആൻ അവതരിപ്പിച്ചത് അറബി ഭാഷയിലാണ്. ലഅല്ലകും തഅഖിലൂൻ. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചേക്കാം. ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ദൃഷ്ടാന്തങ്ങൾ അതിൽ നിന്ന് കിട്ടും കേട്ടോ. കുറേ സയൻസ് അല്ല സയൻസ് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ അന്ന് അറബികൾക്ക് ഖുർആൻ മനസ്സിലായതുപോലെ ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അറബി ഭാഷ പഠിച്ചാൽ, അറബി പഠിക്കുന്ന നിങ്ങൾ ചോദിച്ചാൽ മതി. പക്ഷെ മറ്റു ഭാഷകളൊക്കെ എന്ത് ചെയ്യുന്നു? കുറേ കാലം കഴിയുമ്പോൾ അതിന് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ ഖുർആൻ്റെ ഭാഷ അതേ തനിമയിൽ ഇന്ന് നിലനിൽക്കുന്നു. ഇൻഷാ അല്ലാഹ് ലോകാവസാനം വരെ അത് നിലനിൽക്കുകയും ചെയ്യും. അതൊരു അത്ഭുതമാണ്. അപ്പോൾ നമ്മൾ ഡിയർ ഫ്രണ്ട്സ്, ഈ ഭാഷയെക്കുറിച്ച് നമ്മൾ അറിയണം. ആ ഭാഷ നമ്മൾ പഠിക്കണം. ആ ഭാഷ എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന പേർപ്പസ് എന്തായിരിക്കണം? നമുക്ക് ഖുർആൻ മനസ്സിലാകണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഖുർആൻ്റെ കുറേ ട്രാൻസ്ലേഷൻസ് കാണും, ഖുർആൻ്റെ കുറേ വിവർത്തനങ്ങൾ നമ്മൾ കാണും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഖുർആൻ അതിൻ്റെ തനിമയോടുകൂടി വേറൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് അസാധ്യമാണ്. കാരണം ഖുർആൻ്റെ അള്ളാഹു എന്നോട് എന്താ പറയുന്നത് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ അറബി ഭാഷ അതറിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കൃത്യമായ ആശയം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലെത്തുക. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ റബ്ബ് നമ്മോട് സംസാരിക്കാൻ നമുക്ക് ഫീൽ ചെയ്യണ്ടേ, എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? അതിന് അറബി ഭാഷ പഠിക്കാം. ഈ ഭാഷയെക്കുറിച്ച് അതിൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ പറയാം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇത് നമുക്ക് ഖുർആൻ ഓതാനുള്ള ഒരു മാത്രം ഭാഷയാണ്, വേറെ കോൺട്രിബ്യൂഷനൊന്നും ഈ ഭാഷയ്ക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക ചരിത്രത്തിൽ തന്നെ വലിയ കോൺട്രിബ്യൂഷൻസ് ഈ ഭാഷയിലൂടെ ഉണ്ടായിട്ടുണ്ട്. എന്താ കോൺട്രിബ്യൂഷൻസ്? ഞാൻ സിമ്പിൾ പറയാം. നമ്മൾ സാധാരണ എഴുതുന്ന 1 2 3 4 5 6 അല്ലേ, ഈ അക്കങ്ങളില്ലേ, ഇത് ഏതക്കങ്ങളാണ്? ഇംഗ്ലീഷാണോ റോമനാണോ? അല്ല, ഇത് അറബി അക്കങ്ങളാണ്. അറബിക് ന്യൂമറിക്സ് ആണത്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്, അത് അറബിക് ന്യൂമറിക്സ് ആണത്. എന്ന് പറയുമ്പോൾ ഓരോ മേഖലയിലും ഈ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ശാസ്ത്രലോകത്ത് സയൻറ്റിഫിക് ഫീൽഡിൽ പ്രസിദ്ധമായ പല ഗ്രന്ഥങ്ങളും അറബി ഭാഷയിലായിരുന്നു ഒരു കാലത്ത്. 2015 UN ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് ആയിട്ട് ആചരിക്കുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്. 1000 വർഷം മുമ്പ് എഴുതപ്പെട്ടൊരു പുസ്തകമുണ്ട്, കിതാബുൽ മനാലിർ. ഏതാ ഭാഷ? അറബി ഭാഷയിൽ കിതാബുൽ മനാലിർ. അത് എഴുതിയ ആൾ ഇബ്നു ഹൈത്തമാണ്. അദ്ദേഹം കിതാബുൽ മനാലിർ എഴുതിയതിൻ്റെ 1000ാം വാർഷികം ആരാ ആഘോഷിക്കുന്നത്? യുനെസ്കോ അല്ലേ, യുണൈറ്റഡ് നേഷൻസിൻ്റെ യുനെസ്കോ എന്ത് ചെയ്യുന്നു? അത് സെലിബ്രേറ്റ് ചെയ്യാണ്, അതിനെക്കുറിച്ച് പഠിക്കുകയാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താണ്, മുസ്ലിംസിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുകയാണ്. ആരാണ് ഇബ്നു ഹൈത്തം? അദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ ഒപ്റ്റിക്സ് ആണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം അറബിയിലായിരുന്നു. ദീർഘമായ നൂറ്റാണ്ടുകളോളം ശാസ്ത്രലോകത്തിൻ്റെ ഒരു പ്രൈമറി ലാംഗ്വേജ് അറബിയായിരുന്നു. നിങ്ങൾക്കറിയോ അത്? ഇനി വേറെ പുസ്തകങ്ങൾ പറയാം. നമ്മളിന്ന് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൽ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ ഒരു ബേസായി നിൽക്കുന്നതാണ്
അൽജിബ്ര. ഇത് എവിടുന്ന വന്നതെന്നറിയോ? അൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, അത് അറബിയായിട്ട് ടച്ച് ഉണ്ടല്ലോ, അൽ അല്ലേ, അൽ അൽഹംദു, ഇങ്ങനെ അൽ എന്നുള്ള പ്രയോഗം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരറിയോ? കിതാബുൽ ജബർ. ഈ കിതാബുൽ ജബർ എന്ന പുസ്തകത്തിനാണ് അൽജിബ്ര എന്ന പേര് തന്നെ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അൽ ഖവാരിസ്മി, അതുപോലെ തന്നെ വേറെ കുറേ പുസ്തകങ്ങളുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ, മെഡിസിനിൽ യൂറോപ്പിൽ ദീർഘകാലം പഠിപ്പിച്ചിരുന്ന ഒരു പുസ്തകമുണ്ട്, അൽ ഖാനൂൻ ഫി തിബ്. ഇബ്നു സീന എഴുതിയ പുസ്തകമാണത്. ദീർഘകാലം യൂറോപ്യൻ സർവകലാശാലകളിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായി പഠിപ്പിച്ചിരുന്നു. ഞാനിങ്ങനെ പറയുമ്പോൾ കുറേ ലിസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രൗഡോടെ പറയാം, അറബിക് ലാംഗ്വേജ് എന്നുള്ളത് അത്രമാത്രം കോൺട്രിബ്യൂഷൻസ് ലോകത്തിന് നൽകിയ ഒരു ലാംഗ്വേജാണ്. അതുകൊണ്ട് നമുക്ക് അതുകൂടി മനസ്സിലാക്കിയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരു അഭിമാനത്തോടെ അറബി ഭാഷ പഠിക്കാമല്ലോ. നിങ്ങൾക്കറിയോ, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, തഅല്ലമുൽ ലുഗത്തുൽ അറബിയ്യ ഫഇന്നഹ മിൻ ദീനിക്കും. നിങ്ങൾ അറബി ഭാഷ പഠിക്കണം കേട്ടോ, അത് നിങ്ങളുടെ ദീനിൻ്റെ ഭാഗമാണ്. ശരിക്ക് ഞാനൊക്കെ കുറച്ചൊക്കെ അറബി ഭാഷ പഠിക്കാൻ പറ്റുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നോ, നമ്മൾ അറബി ഭാഷ പഠിക്കുമ്പോൾ ഭയങ്കര രസമാണ് അറബിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ അറബി ഭാഷയിൽ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണത്, എസ്പെഷ്യലി ഖുർആൻ കേൾക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഈ ഭാഷ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമുക്കങ്ങനെ പഠിക്കാൻ കഴിയുമോ? ഇസ് ഇറ്റ് പോസിബിൾ? ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലേ? അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മൾ ഈ ഒരു നിയത്തോടെ, അള്ളാഹുവിൻ്റെ കലാം മനസ്സിലാക്കുന്ന നിയത്തോടെ അറബി ഭാഷ പഠിച്ചു നോക്ക്. അപ്പോൾ നമുക്ക് അള്ളാഹു ഇത് എളുപ്പമാക്കി തരും. ഞാൻ ചില എക്സാമ്പിൾ പറയാം. നോൺ അറബ്സ് ആയിരുന്നിട്ടും അറബി ഭാഷയിൽ അവഗാഹം നേടിയ എത്രയോ ആളുകളുണ്ട്. അറബിയിൽ ഏറ്റവും നല്ല ഗ്രാമറൊക്കെ അറിയുന്ന ഒരാളുണ്ട്, സീബോയ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം അറബി ആയിരുന്നില്ല, നോൺ അറബായിരുന്നു. പക്ഷെ അറബിയിൽ ഏറ്റവും നല്ല എക്സ്പേർട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ നോക്കട്ടെ, ലോകത്തൊക്കെ ഒറ്റ കുറേ പണ്ഡിതന്മാരുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി വരാം. ഇന്ത്യയിൽ നിന്ന് അറബി ഭാഷയിൽ വലിയ ഗ്രന്ഥങ്ങളെഴുതിയ കുറേ സ്കോളേഴ്സ് ഉണ്ട്. അബു ഹസൻ അലി നദ്വി, അതേപോലെ തന്നെ ഷാ വലിയുല്ലാ ദഹ്ലവി. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പേര് കേൾക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, അവരൊക്കെ അവരുടെ മദർ ടങ് അറബി ആയിരുന്നില്ല, പക്ഷെ അറബിയിൽ ഭയങ്കര എക്സ്പേർട്ടും വലിയ ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. ഇനി കേരളത്തിലേക്ക് വരാം. ഉമർ ഖാലി റഹ്മഹുല്ല, അതേപോലെ തന്നെ ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായി. മൊഹീദ്ദീൻ ആലുവാൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? തകഴിയുടെ ചെമ്മീനില്ലേ, അത് അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു, ഷമ്മീൻ എന്ന പേരിൽ. ഇങ്ങനെ എത്രയോ ആളുകൾ അവരുടെ മദർ ടങ് അറബി അല്ലാതെ ഇരുന്നിട്ടും അറബിയിൽ ഭയങ്കര എക്സ്പേർട്ടായി വലിയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾ ബോധ്യപ്പെടുത്താൻ പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? അറബി ഭാഷ അത് ഖുർആൻ്റെ ഭാഷയാണ്. അതാണ് ആ ഖുർആൻ്റെ സൗന്ദര്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അത് ഖുർആൻ്റെ മിറാക്കിൾ നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊരു തീരുമാനം എടുക്ക്. നമ്മൾ അറബി ഭാഷ നിലവിലുള്ള എല്ലാവിധ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈസിയായി പഠിക്കാനുള്ള ഓപ്ഷനുള്ളൊരു കാലത്ത് നമ്മൾ പഠിക്കും തീരുമാനിക്കുക. അങ്ങനെ അള്ളാഹു എന്നോട് സംസാരിക്കുന്നത് ഖുർആനിലൂടെ ഡയറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക, അത് ഫീൽ ചെയ്യുക. അള്ളാഹു നമ്മളെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.